വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പോൾ S2 ECയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് തിയറി എന്ന സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സബ്ജക്ട് കോഡ് വന്നിട്ട് PC-ECT 205 ആണ്. ഇതൊരു കോർ സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഫെർദർ ഇനി ECയിൽ പഠിക്കാനുള്ള ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ നിന്നാണ്. ഇനി നമ്മൾ ഫെർദർ ഹയർ സബ്ജക്ട്സ് പഠിക്കുന്നതിലൊക്കെ നമ്മൾ അപ്ലൈയിങ് ചില റൂൾസ് പറയും. KCL, KVL പോലെയുള്ള റൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിലുള്ള കറണ്ട്, വോൾട്ടേജ് ഒക്കെ മെഷർ ചെയ്യുന്നത്. സോ ആ മെഷർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അതിന്റെ ബേസ് ഉണ്ടാക്കുന്നത് ഈ ഒരു നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതോട് കൂടിയാണ്. അപ്പോൾ നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന നമുക്ക് എങ്ങനെയാണ് ഈ മാർക്ക് സ്പ്ലിറ്റ് അപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കോഴ്സ് കോഡ് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, PC-ECT 205 ആണ് ഇതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എക്സാമിനേഷൻ മാർക്സ് എന്ന് പറയുന്നത് ടോട്ടൽ മാർക്സ് 100ലാണ്. അതിൽ 40 മാർക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്കാണ്. അപ്പൊ CIE മാർക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്സ് ആണ്. പിന്നെ ടീച്ചിങ് ഹവേഴ്സ് എന്ന് പറയുന്നത് 3100. 3 എന്ന് പറയുന്നത് ലെക്ചേഴ്സ്, തിയറി സെക്ഷൻസ്, അങ്ങനെയാണ് ഈ ഇത് വരുന്നത്. അത് നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ഹവേഴ്സ് വേണം, ടോട്ടൽ ലെക്ചർ ഹവേഴ്സ്, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 16 മാർക്സ് ആണ്. അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതൂലേ, അതിന്റെ മാർക്കാണ് ഈ 60 മാർക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു മാർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സാമിന് പഠിച്ച് എഴുതാൻ വേണ്ടി പോകുന്ന മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇതൊരു കോഴ്സ് സബ്ജക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് വന്നിട്ട് 4 ആണ്. ഇനി എക്സാം അവേഴ്സ് എന്ന് പറയുന്നത് 2 hours 30 minutes ആണ്. ഇനി പ്രീ റിക്വസൈറ്റ്സ്, ഏതെങ്കിലും സബ്ജക്റ്റ് മുമ്പേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി അറിയണോ എന്നുള്ളതാണ്. വേണ്ട, നൺ, ഒരു സബ്ജക്ട്സും അറിയേണ്ട, നമുക്ക് ഇതിൽ തന്നെ ഇതിന്റെ ബേസ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. കോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് തിയറി ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താ നമുക്ക് ഇനി ഇതിൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ ഈ 40 മാർക്സ് സ്പ്ലിറ്റ് അപ്പ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്സ് അറ്റൻഡൻസ്, നിങ്ങൾ ക്ലാസ്സിൽ പോകുന്നതിന്റെ അറ്റൻഡൻസ് പെർസെന്റേജിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട് എടുക്കുന്ന ടീച്ചേഴ്സ് തരും ഈ അറ്റൻഡൻസ് 5 മാർക്സ്. അപ്പൊ ടോട്ടൽ അറ്റൻഡൻസ് എങ്ങനെയാണോ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഈ 5 മാർക്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അസൈൻമെന്റ് അല്ലെങ്കിൽ മൈക്രോ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിന് 15 മാർക്സ് ആണ് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് 15 മാർക്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, അസൈൻമെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇന്റേണൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്, ഇന്റേണൽ എക്സാമിനേഷൻ 2 സീരീസ് ടെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കോളേജുകളിൽ നടത്തുന്നുണ്ടാവും. ആ സീരീസ് ടെസ്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് 10 മാർക്ക് വീതം ടോട്ടൽ 20 മാർക്ക് ഇവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ 40 മാർക്സ് നമുക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ സീരീസ് ടെസ്റ്റ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ നന്നായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 10 മാർക്സ്, 10 മാർക്സ് ഇവിടെ തന്നെ ഒബ്റ്റെയിൻ ചെയ്യും. പിന്നെ അസൈൻമെന്റ് പ്രോപ്പർ ആയിട്ട് വെക്കുകയാണെങ്കിൽ 15 മാർക്സും കിട്ടും. അറ്റൻഡൻസ് പ്രോപ്പർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 മാർക്സും കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ കോളേജസിൽ പോവുക, ടീച്ചേഴ്സ് പറയുന്ന അസൈൻമെന്റ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ നമ്മുടെ സീരീസ് ടെസ്റ്റ് പ്രോപ്പർ ആയിട്ട് കാണുക, ക്ലാസ്സുകൾ പ്രോപ്പർ ആയിട്ട് കാണുക എന്നുള്ളതോടുകൂടി നമുക്ക് ഈ ഒരു 40 മാർക്സ് ഇവിടുന്ന് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി നമുക്ക് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്സ് എങ്ങനെയാ വരുന്നത് നോക്കാം. പാർട്ട് എയിൽ വന്നിട്ട് എന്താണ്, പാർട്ട് എയിൽ വന്നിട്ട് 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ. നിങ്ങൾക്ക് ടോട്ടൽ 4 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. ഓക്കെ, ആ 4 മൊഡ്യൂൾസിൽ 2 ക്വസ്റ്റ്യൻ ആണ് ഓരോ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടാവുക. അവിടുന്ന് എന്താ, ഓരോ മൊഡ്യൂളിന് 2 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 4 മൊഡ്യൂൾ ആണെങ്കിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക്. അതായത് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 3 മാർക്കിന്റെ, അങ്ങനെ 24 മാർക്ക്. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആൾ ക്വസ്റ്റ്യൻസ് നീഡ് ടു ബി അറ്റൻഡഡ്. എന്താണ്, all questions need to be answered in part A. ഇനി പാർട്ട് ബി ആണെങ്കിലോ, പാർട്ട് ബിയിൽ വന്നിട്ട് each questions carrying 9 marks. 9 മാർക്സിന്റെ ഓരോ ക്വസ്റ്റ്യനും 2 questions will be given from each module. 2 ക്വസ്റ്റ്യൻ ആയിരിക്കും എല്ലാ മൊഡ്യൂളിൽ നിന്നും ഉണ്ടാവുക. ഔട്ട് ഓഫ് വിച്ച് 1 question should be answered. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഒരു മൊഡ്യൂളിൽ നിന്ന് ഉണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ആ ഒരു ക്വസ്റ്റ്യനിൽ
അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ടോട്ടൽ 9 മാർക്സ് കിട്ടും. ആൻഡ് ഇതിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ABC എന്ന് പറഞ്ഞിട്ട് മാക്സിമം 3 സബ് ഡിവിഷൻസ് വരെ ഉണ്ടാവാം. അപ്പൊ AB മാത്രമായിട്ട് ഉണ്ടാവാൻ ചിലപ്പോൾ A മാത്രമായിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ABC എന്ന് പറഞ്ഞാൽ 3 സബ് ഡിവിഷൻസ് ഉണ്ടാവാം. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ വരിക. അപ്പൊ ഈ പാർട്ട് ബിയിൽ എന്ന് പറയുന്നത് നമുക്ക് എന്താ എഴുതാൻ മതി? പാർട്ട് ബി എന്ന് പറയുന്നത് ചൂസ് എനി വൺ ഫുൾ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 2 ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 1 വരുന്ന 2 ക്വസ്റ്റ്യനിൽ നിന്നും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. മൊഡ്യൂൾ 2 അതുപോലെ 3 അതുപോലെ 4 അതുപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വീതം അറ്റൻഡ് ചെയ്യുക. അതാണ് പാർട്ട് ബിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ഇതിന്റെ മാർക്സ് എന്ന് പറയുന്നത് 9 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. അപ്പൊ ഓരോ മൊഡ്യൂളിലും ഓരോ ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. സോ ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് നമുക്ക് 36 മാർക്സ് കിട്ടും. സോ ഈ 36 + 24 അങ്ങനെ ടോട്ടൽ 60 മാർക്സ് ആണ് നമുക്ക് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്സ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത് ക്ലിയർ ആയി. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ആ മാർക്ക് സ്പ്ലിറ്റപ്പ് വരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെയാണ് നിങ്ങളുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്ക്, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്ക്, ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, വേറെ സബ്ജക്ട് പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് എന്നുള്ളത്. ഈ മൊഡ്യൂളുകളിലായിട്ട് 4 മൊഡ്യൂളുകളിലായിട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. മൊഡ്യൂൾ 1 നമുക്ക് വരുന്നത് നെറ്റ്വർക്ക് ഫണ്ടമെന്റൽസ് ആൻഡ് അനാലിസിസ് മെത്തേഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇതിൽ ബേസിക്കലി കൺസെപ്റ്റ് ഓഫ് നെറ്റ്വർക്ക്സ് ആൻഡ് സർക്യൂട്ട് വേരിയബിൾസ്, ഐഡിയൽ, പ്രാക്ടിക്കൽ സോഴ്സസ്, ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് സോഴ്സസ്, സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ, കിർച്ചോഫ് ലോ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് കൺസെപ്റ്റ് ഓഫ് നെറ്റ്വർക്ക്, എന്താണ് നെറ്റ്വർക്ക്, എന്താണ് ഒരു സർക്യൂട്ട്, അതിന് തന്നെ സർക്യൂട്ടിന്റെ കുറെ എലമെന്റ്സ് ഉണ്ട്. സർക്യൂട്ട് എലമെന്റ്സ് എന്ന് പറയുന്നത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, അങ്ങനെ കുറെ എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സിനെ അതുപോലെ റെസിസ്റ്റർ, കപ്പാസിറ്റർ അങ്ങനത്തെ സർക്യൂട്ട് എലമെന്റ്സിനെ നമ്മൾ ആക്റ്റീവ് എന്നും പാസീവ് എന്നും പറയും. അതിൽ ആക്റ്റീവ് എലമെന്റ്സ് ആയിട്ടുള്ള സോഴ്സസ്, DC സോഴ്സസ്, ആ DC സോഴ്സസിന്റെ ടൈപ്സ് ആണ് ഈ ഐഡിയൽ, പ്രാക്ടിക്കൽ സോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത്. അതായത് നമുക്ക് വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും, കറന്റ് സോഴ്സ് ഉണ്ടാവും. അതിന് രണ്ടിന്റെയും ഐഡിയൽ, പ്രാക്ടിക്കൽ സോഴ്സസിന്റെ വ്യത്യാസം എന്താണ് എന്നുള്ളത്, പിന്നെ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് സോഴ്സസ് എന്തൊക്കെയാണ് എന്നുള്ളത്, പിന്നെ ഈ ഒരു സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഞാൻ പറഞ്ഞു, കറന്റ് സോഴ്സും ഉണ്ടാവും, വോൾട്ടേജ് സോഴ്സും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതൊക്കെയാ കറന്റ് സോഴ്സും വോൾട്ടേജ് സോഴ്സും ഉണ്ടാവും. അപ്പൊ കറന്റ് സോഴ്സിൽ നിന്നും വോൾട്ടേജ് സോഴ്സിലേക്കും, വോൾട്ടേജ് സോഴ്സിൽ നിന്നും കറന്റ് സോഴ്സിലേക്കും ഉള്ള ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. കിർച്ചോഫ്സ് ലോ എന്ന് പറയുമ്പോൾ ബേസിക്കലി 2 ലോസ് ആണുള്ളത്, KVL, KCL. അപ്പൊ ആ ലോയിൽ എന്താണ് പറയുന്നത്? കിർച്ചോഫ്സ് കറന്റ് ലോയും കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും. അപ്പൊ കറന്റ് ലോ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. അതാണ് ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. ഇനി സെക്കൻഡ് സെക്ഷൻ വരുന്നത് മെഷ് അനാലിസിസ്, നോഡ് അനാലിസിസ്, സൂപ്പർ മെഷ് അനാലിസിസ്, സൂപ്പർ നോഡ് അനാലിസിസ് അപ്ലൈഡ് ഓൺ ബോത്ത് AC ആൻഡ് DC നെറ്റ്വർക്ക്സ് കണ്ടെയ്നിങ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് സോഴ്സസ്. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു 2 ടൈപ്സ് ഓഫ് സോഴ്സസ് ഉണ്ട്, ഡിപെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് സോഴ്സസ്. അതിൽ ഡിപെൻഡന്റ് സോഴ്സസിൽ ACയിലും DCയിലും വരുന്ന AC അനാലിസിസിൽ വരുന്ന മെഷ്, നോഡ്, സൂപ്പർ മെഷ്, സൂപ്പർ നോഡ്. DCയിൽ വരുന്ന മെഷ്, നോഡ്, സൂപ്പർ മെഷ്, സൂപ്പർ നോഡ്. അതുപോലെ ഡിപെൻഡന്റ് സോഴ്സസ് വെച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഇൻഡിപെൻഡന്റ് സോഴ്സസ് വെച്ചിട്ടും ഇതുപോലെ ACയിലും DCയിലും വരുന്ന, അതായത് ACയിൽ വരുന്ന മെഷ്, നോഡ്, സൂപ്പർ മെഷ്, സൂപ്പർ നോഡ്. അതുപോലെ DCയിൽ വരുന്ന മെഷ്, നോഡ്, സൂപ്പർ മെഷ്, സൂപ്പർ നോഡ്. ഈ മെഷ്, നോഡ് അനാലിസിസ് എന്നൊക്കെ പറയുന്നത് ഓരോ സർക്യൂട്ടിൽ നമ്മൾ ഓരോ മെത്തേഡ് വെച്ചിട്ട് അതിന്റെ കറണ്ട്, വോൾട്ടേജ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനാലിസിസ് മെത്തേഡാണ്. അപ്പൊ അത് നമുക്ക് ACയിലും DCയിലും പഠിക്കാനുണ്ട്. അത് ഇൻഡിപെൻഡന്റ് സോഴ്സും ഡിപെൻഡന്റ് സോഴ്സും വെച്ചിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഈ അനാലിസിസ് ഒക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് വളരെ ബേസിക് ആണ്. ഈ മൊഡ്യൂൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് മൊഡ്യൂൾ 2 വന്നിട്ട് നെറ്റ്വർക്ക് തിയറംസ് ആൻഡ് അപ്ലിക്കേഷൻസ് ആണ്. എന്താണ് നെറ്റ്വർക്ക് തിയറംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നെറ്റ്വർക്ക് തിയറംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ തിയറംസ് പഠിക്കാനുണ്ട്. ഇതും കറണ്ടും വോൾട്ടേജും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ്, ഒന്നും കൂടി സിംപ്ലർ ആയിട്ട് നമുക്കൊരു സർക്യൂട്ടിനെ എങ്ങനെ അനലൈസ് ചെയ്യാം, കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള എലമെന്റ്സ് വന്നിട്ടുള്ള സർക്യൂട്ടിനെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്ന് പറയുന്നത് കുറച്ച് തിയറംസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഇമ്പോർട്ടന്റ് തിയറംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൂപ്പർ പൊസിഷൻ തിയറം, ഒരു സോഴ്സിനെ മാത്രം അറ്റ് എ ടൈം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ആ സമയത്തുള്ള
വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ടും കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ടും ആക്കി വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി റെസിപ്രോസിറ്റി തിയറത്തിനെ പറ്റി പഠിക്കാനുണ്ട്. തെവെനിൻസ് തിയറം, നോർട്ടൺസ് തിയറം. തെവെനിൻസ് തിയറം ബേസിക്കലി വോൾട്ടേജ് അനാലിസിസ് ആണ്. ഓക്കെ, VTH ആണ് നമ്മൾ കണ്ടുപിടിക്കുക. നോർട്ടൺസ് തിയറം എന്ന് പറയുന്നത് നമ്മള് ഈ തെവെനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്ന കേട്ടോ VTH. അപ്പൊ ഈ ഒരു VTH എന്ന് പറയുന്ന ഇക്വലന്റ് വോൾട്ടേജ് ഒക്കെ ആക്കി കണ്ടുപിടിക്കും നമ്മള്. അതുപോലെ റെസിസ്റ്റൻസ്, ഇക്വലന്റ് തെവെനിൻസ് റെസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ തെവെനിൻസ് തിയറത്തിന്റെ ഒരു ഇത് പറയുന്നത്. അതും നോർട്ടൺസ് തിയറം വെച്ചിട്ടുള്ളതും. നോർട്ടൺസ് തിയറം എന്ന് പറയുമ്പോൾ തെവെനിൻസ് തിയറം പോലെ തന്നെ കറണ്ട് ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വലന്റ് കറണ്ടും ഇക്വലന്റ് റെസിസ്റ്റൻസും. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കുള്ള അടുത്തത് എന്ന് പറയുന്നത് മിൽമാൻസ് തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്ന 2 തിയറം കൂടെ പഠിക്കാനുണ്ട്. ഈ തിയറംസ് ഒക്കെ ഫോർ ദിസ് അനാലിസിസ് ഓഫ് DC ആൻഡ് AC നെറ്റ്വർക്ക്സ് ഹാവിംഗ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് സോഴ്സസ്. ഇതൊക്കെ ഇൻഡിപെൻഡന്റ് സോഴ്സ് വെച്ചിട്ടും ഡിപെൻഡന്റ് സോഴ്സ് വെച്ചിട്ടും നമുക്ക് ഓരോ സോഴ്സ് അനലൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്, നെറ്റ്വർക്ക് തിയറം ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ആൻഡ് ട്രാൻസിയന്റ് അനാലിസിസ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ബേസിക്കലി ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ല, ടൈം ഡൊമെയിനിലാണ് ബേസിക്കലി നമ്മൾ എല്ലാ സിഗ്നൽസും പറയാ അല്ലെ. ടൈം ഡൊമെയിനിലാണ് പറയാ. ടൈം ഡൊമെയിനിലുള്ള സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന. എന്തിനാ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് ഒരു സിഗ്നലിനെ എന്തിനാ കൺവേർട്ട് ചെയ്യുന്നത്? അതിന്റെ പ്രോസസ്സിങ്, അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ സിംപ്ലർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സോ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ലാപ്ലേസ് ട്രാൻസ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്റ്റാൻഡേർഡ് സിഗ്നൽസ് ആൻഡ് കോമൺ ഫങ്ഷൻസ്. പിന്നെ അതുപോലെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ കുറച്ച് തിയറംസ് പഠിക്കാനുണ്ട്. പ്രൂഫ് വേണ്ട എന്ന് സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ തിയറംസ് എന്ന് പറയുമ്പോൾ കുറച്ച് സർട്ടൻ പ്രോപ്പർട്ടീസ് ഉണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്. അപ്പൊ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് ഇവിടെ പഠിക്കാനുണ്ട്. പിന്നെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഡിഫറെന്റ് ഡൊമെയിനിലായ ഒരു സിഗ്നലിനെ തിരിച്ച് വീണ്ടും ടൈം ഡൊമെയിനിലേക്ക് കൊണ്ടുവരാനാണ് ഇൻവേഴ്സ് ചെയ്യുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്ത് കിട്ടിയ സിഗ്നലിനെ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യുന്നതോടുകൂടി വീണ്ടും ടൈം ഡൊമെയിനിലേക്ക് അത് കൺവേർട്ട് ആവും. അപ്പൊ ആക്ച്വലി നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഡൊമെയിനിലാണെങ്കിലും യൂസർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സിഗ്നൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താ? ടൈം ഡൊമെയിനിലുള്ള സിഗ്നൽ ആണ് അല്ലെ. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് അറിയണം. അപ്പൊ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഏതാ? സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബേസിക് സിഗ്നൽസ് ഇൻടു സിഗ്നൽസ് ആൻഡ് സർക്യൂട്ട്സ് ടു എസ് ഡൊമെയിൻ. എസ് ഡൊമെയിനിലേക്ക് ബേസിക് സിഗ്നൽ സർക്യൂട്ട് സിഗ്നൽസിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് വിത്ത് ആൻഡ് വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷൻ. ഇപ്പൊ ഇനീഷ്യൽ കണ്ടീഷൻ 0, ഇനീഷ്യൽ കണ്ടീഷൻ 5 എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അങ്ങനെ സർക്യൂട്ടുകൾ ഉണ്ടാവും. ഇനീഷ്യൽ കണ്ടീഷൻ തരാത്ത സർക്യൂട്ടുകൾ ഉണ്ടാവും. ആ 2 ടൈപ്പ് ഓഫ് സർക്യൂട്ടിൽ എങ്ങനെയാണ് എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂൾ 3 വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസിയന്റ് അനാലിസിസ്. ട്രാൻസിയന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ബേസിക് സ്വിച്ചിങ് അനാലിസിസ് ആണ്. അപ്പൊ ഈ സ്വിച്ചിങ് അനാലിസിസ് എന്ന് പറയുന്നത് RL, RC, RLC നെറ്റ്വർക്ക്സിൽ നമുക്ക് ചെയ്യാനുണ്ട്. വിത്ത് നമുക്ക് ഇൻപുട്ട് ഏതൊക്കെയാ കൊടുക്കേണ്ടത്? DC, ഇമ്പൾസ്, സ്റ്റെപ്പ്, സിനുസോയിഡൽ ഇൻപുട്സ് കൊടുക്കുന്ന സമയത്ത് ഇൻപുട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ സർക്യൂട്ടിലേക്കുള്ള ഇൻപുട്ട് കൊടുക്കുക. ഏതിനൊക്കെ? RL സർക്യൂട്ട്, RC സർക്യൂട്ട്, RLC സർക്യൂട്ട് നെറ്റ്വർക്ക്സിൽ DC, ഇമ്പൾസ്, സ്റ്റെപ്പ്, സിനുസോയിഡൽ ഇത്രയും ഇൻപുട്സ് കൊടുക്കുന്ന സമയത്ത് വരുന്ന ട്രാൻസിയന്റ് അനാലിസിസ്, സ്വിച്ചിങ് അനാലിസിസ് എങ്ങനെയാ വരുന്നത് എന്നുള്ളതാണ് ഈ മൊഡ്യൂൾ 3 വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ മൊഡ്യൂൾ 3 ക്ലിയർ ആണ്. ഇനി മൊഡ്യൂൾ നോക്കാം. മൊഡ്യൂൾ 3 ദ അനാലിസിസ് ഓഫ് ലോ പാസ് ആൻഡ് ഹൈ പാസ് RC സർക്യൂട്ട് യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ലോ പാസ് ഫിൽറ്ററിന്റെയും ഹൈ പാസ് ഫിൽറ്റേഴ്സിന്റെയും അനാലിസിസും കൂടെ ഉണ്ട് മൊഡ്യൂൾ 3. ഇനി മൊഡ്യൂൾ 4 വന്നിട്ട് നെറ്റ്വർക്ക് ഫങ്ഷൻസ് ആൻഡ് 2 പോർട്ട് പാരാമീറ്റേഴ്സ് എന്നുള്ളതാണ് ഹെഡിങ്. നെറ്റ്വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫംഗ്ഷൻ ആണ്. എന്താ? നമ്മുടെ സർക്യൂട്ടിന്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്കൊരു സർക്യൂട്ടിനെ ഡിഫറെന്റ്
പോർട്ട് ഫംഗ്ഷൻസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് 2 പോർട്ട് നെറ്റ്വർക്ക്, 3 പോർട്ട്, 1 പോർട്ട് സിംഗിൾ പോർട്ട് നെറ്റ്വർക്ക്, 2 പോർട്ട് നെറ്റ്വർക്ക് അങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് 2 പോർട്ട് പാരാമീറ്റേഴ്സ്, 2 പോർട്ട് നെറ്റ്വർക്ക് ആയിട്ട് നമ്മളൊരു സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ വരുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് ഫോർ സിംഗിൾ പോർട്ട് ആൻഡ് 2 പോർട്ട് നെറ്റ്വർക്ക്സ്, properties of driving point and transfer function, significance of poles and zero network function, pole zero plot. അപ്പം ഇങ്ങനെയാണ് പോൾ സീറോ പ്ലോട്ട് വരയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. എക്സ് ഡൊമൈനിലുള്ള അനാലിസിസ് ആണ് ബേസിക്കലി നമ്മൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിലുള്ള ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ഇംപിഡൻസ്, അഡ്മിറ്റൻസ്, ഹൈബ്രിഡ് ആൻഡ് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ്. ഈ ഒരു 2 പോർട്ട് നെറ്റ്വർക്കിന്റെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ആണ്. 2 പോർട്ട് നെറ്റ്വർക്കിന്റെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ആണ്. റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രിക് കണ്ടീഷൻ പറയാനുണ്ട്. പിന്നെ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരാമീറ്റേഴ്സ്, ഈ ഒരു അഡ്മിറ്റൻസ്, ഇംപിഡൻസ്, ഹൈബ്രിഡ്, ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻസ് ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്, 2 പോർട്ട് നെറ്റ്വർക്കിന്റെ പാരലൽ ആൻഡ് സീരീസ് കണക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 4 വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബേസിക്കലി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ഇപ്പൊ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ഡിഫറെന്റ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ ഉണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ വരുന്ന കറണ്ട്, വോൾട്ടേജ് ഒക്കെ മെഷർ ചെയ്യുക ആൻഡ് അതിന്റെ അനാലിസിസ് ഒക്കെ ചെയ്യുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു ബേസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇനി ഇത് നമ്മൾ ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് പറയാനുള്ളത്. മൊഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1, 2, 3 and 4. ആൻഡ് അപ്ലിക്കേഷൻസ് വന്നിട്ട് ഓരോ മൊഡ്യൂളിന്റെയും മൊഡ്യൂൾ വൈസ് ഉള്ള അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ഫസ്റ്റത്തെ മൊഡ്യൂളിൽ വന്നിട്ടുള്ള അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ പവർ സിസ്റ്റം ഡിസൈൻ ആൻഡ് അനാലിസിസ്. പവർ സിസ്റ്റം ഡിസൈനിനും അനാലിസിസിനും വേണ്ടിയിട്ട്. ഓക്കെ, ബേസിക്കലി ഇപ്പൊ എന്താ നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സർക്യൂട്ട്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇപ്പൊ ഒരു ഇന്ന സർക്യൂട്ടില് ഇത്ര ലോഡേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ മീൻസ് ഒരു സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്താണ് ലോഡ്, എത്ര കണക്ട് ചെയ്യണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ വരുന്ന സമയത്ത്. സോ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള അനാലിസിസ് മസ്റ്റ് ആണ്. സോ അതുവഴി നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള KVL, KCL ഒക്കെ വഴി ആൻഡ് മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ് ഒക്കെ വഴി നമുക്ക് കറണ്ടും വോൾട്ടേജും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഡിഫറെന്റ് ലോഡ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ലോഡ് ഫ്ലോ, ഫോൾട്ട് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് എസെൻഷ്യൽ ഫോർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് PCB ഡിസൈനിങ് ഇൻ മാനുഫാക്ചറിങ്. അതായത് നമ്മളിപ്പോ ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്ര കറണ്ട് ഫ്ലോ ചെയ്യണം, അല്ലെങ്കിൽ ആ കറണ്ടിന്റെ ഡയറക്ഷൻ ഏത് വഴിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന ഈ സബ്ജക്ട് പഠിക്കുന്നതോട് കൂടിയാണ്. അപ്പൊ നമുക്ക് ഏതൊരു സർക്യൂട്ട് ഇലക്ട്രോണിക്സിൽ ഡിസൈൻ ചെയ്യുന്നതായിക്കോട്ടെ, അവിടെയൊക്കെ എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും, വോൾട്ടേജ് ഉണ്ടാവും. സോ അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇനി applied in automation and control system for sensors, controllers and actuators. അപ്പോൾ ഓട്ടോമേഷനിലും കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ സെൻസേഴ്സിനെയും കൺട്രോളേഴ്സിനെയും ആക്ച്വേറ്റേഴ്സിനെയും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഏത് വഴിയാണ്, ഈ കറണ്ട് വോൾട്ടേജ് മെഷർമെന്റ് ത്രൂ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തത് സെക്കൻഡ് മൊഡ്യൂൾ വന്നിട്ടുള്ള തെവനിൻസ് തിയറം എന്ന് പറയുന്നത് ഹെൽപ്സ് ചെക്ക് ലോഡ് ഈസിലി. ലോഡിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെവനിൻസ് തിയറം യൂസ് ചെയ്യുന്നത്. നോർട്ടൺസ് തിയറം മേക്സ് കറണ്ട് കാൽക്കുലേഷൻ ഈസിലി. കറണ്ട് കാൽക്കുലേഷൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറണ്ട് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർട്ടൺസ് തിയറം യൂസ് ചെയ്യുന്നത്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ പവർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ബേസിക്കലി മൊഡ്യൂൾ 2 ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇപ്പൊ മൊഡ്യൂൾ 1ഉം 2ഉം എന്തോ ആയിക്കോട്ടെ, അത് രണ്ടും ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ്, കറണ്ട് ആൻഡ് വോൾട്ടേജ് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പറയാം എന്താ, ആംപ്ലിഫയർ ഡിസൈൻ, motor controls, communications equipments, ടെസ്റ്റിംഗ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്. ഒരു വോൾട്ട് എത്ര വോൾട്ട് പോയി എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെസ്റ്റിംഗ് ആൻഡ് ട്രബിൾ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു മൊഡ്യൂള് പഠിക്കുന്നതോടുകൂടി നമുക്ക് ഇതിനൊക്കെ കേപ്പബിൾ ആവും.
ടെസ്റ്റിംഗ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്. ഇതൊക്കെയാണ് മൊഡ്യൂൾ 1 and 2 പഠിക്കുന്നതോടുകൂടി. ഇനി മൊഡ്യൂൾ 3 വന്നിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കാര്യമായിട്ട് പഠിക്കുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ട്രാൻസിയന്റ് അനാലിസിസ് ഓഫ് RLC സർക്യൂട്ട് യൂസ്ഡ് ഇൻ, ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വരുന്നത്? ഡിസൈൻ, കൺട്രോൾ സിസ്റ്റം, സിഗ്നൽ പ്രോസസിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെയാണ് ഇതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് വരുന്നത്. സിഗ്നൽ പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മള് ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ അവിടെയൊക്കെ എന്താണ് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സിഗ്നൽ പ്രോസസിംഗ് എന്ന് പറയുന്നത് സിഗ്നൽസിനെ ബെറ്റർ ആയിട്ട് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ടൈം ഡൊമൈനിൽ നിന്ന് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഏരിയയിലൊക്കെ സിഗ്നൽ പ്രോസസിംഗ് കുറച്ചും കൂടി സിംപ്ലർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്ന ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് അപ്ലിക്കബിൾ ആണ്. സോ സിഗ്നൽ പ്രോസസിംഗിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലായിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിൽ എന്താണ്, നമുക്ക് എന്താ സിഗ്നലിനെ പ്രോസസ് ചെയ്യണം അല്ലെ. സിഗ്നൽ പ്രോസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിൽ ഇട്ടിട്ട് തന്നെയാണ് അവിടെയും പ്രോസസ് ചെയ്യുക. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് മൊഡ്യൂൾ ആണ്. ഇനി അടുത്തത് നെറ്റ്വർക്ക് ഫംഗ്ഷൻസ്. ഡിസ്ക്രൈബ് സിംഗിൾ പോർട്ട് ആൻഡ് ടു പോർട്ട് നെറ്റ്വർക്ക് ബിഹേവിയർ, ഇൻക്ലൂഡ് ഡ്രൈവിംഗ് പോയിന്റ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്. Poles and zeros show stability and frequency response visualizing using poles and zero plot. അതായത് ഒരു സിസ്റ്റം നമുക്ക് സ്റ്റേബിൾ ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിന്റെ പോൾ സീറോ പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു പോൾ സീറോ പ്ലോട്ടിൽ എവിടേക്കാണ് നമ്മുടെ പോയിന്റ്സ് ഒക്വർ ചെയ്യുന്നത് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, നമുക്ക് ആ സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൊഡ്യൂൾ വരുന്നത്. നെറ്റ്വർക്ക് ഫംഗ്ഷന്റെ അനാലിസിസ് ഇമ്പോർട്ടന്റ് ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി 2 പോർട്ട് നെറ്റ്വർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇത് ബേസിക്കലി മൊഡ്യൂൾ 4ന്റെ അപ്ലിക്കേഷൻ ഏരിയ എന്ന് പറയുന്നത് RF സർക്യൂട്ട്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓഡിയോ സിസ്റ്റംസ്, ട്രാൻസ്മിഷൻ ലൈൻസിലൊക്കെ ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡ്യൂൾസിൽ വരുന്ന ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫർദർ ഈ ഓരോ മൊഡ്യൂളിലൂടെ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങൾ ഫർദർ നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ് മുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.